മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിലാണെങ്കിൽ വിഷ്ണു മാഞ്ചു, ലാലേട്ടൻ, പ്രഭാസ് എന്നിങ്ങനെ നമ്മുടെ അക്ഷയ് കുമാർ ഇതുപോലുള്ള വലിയ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇൻസൈഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമ ശരിക്കും ഭയങ്കര ഹൈപ്പ് വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതൊരു ആവറേജ് പടം വന്ന രീതിക്കാണ് ഇപ്പം ഇൻസൈഡ് റിപ്പോർട്ടിൽ വരുന്നത്, കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ മെയിനായിട്ടുള്ള നല്ല വശവും ചീത്ത വശവും എന്തോ നമ്മൾ പറയാം. ഇപ്പം വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ സിനിമയുടെ VFX ഒക്കെ അത്ര നല്ല രീതിക്കല്ല വർക്കായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അക്ഷയ് കുമാറിൻ്റെ ആ ഒരു പോർഷൻസിലൊക്കെ ആണെങ്കിലും ആ കൈലാസം കാണിക്കുന്ന സീനുകളിലൊക്കെ ഭയങ്കര കൊള്ളാത്ത രീതിക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യും, അവരെ കട്ട് ചെയ്ത് വെച്ച പോലെ തോന്നിക്കുന്ന രീതിക്കാണ് എന്നാണ് ഇപ്പം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒത്തിരി സീൻസ് ഇല്ല, ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ അങ്ങനെ ട്രോൾ മെറ്റീരിയലായിട്ട് അങ്ങനെ ഒത്തിരി അങ്ങ് ആക്കാനായിട്ട് ഒത്തിരി ഒന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വലിയ സംഭവം ഇല്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ അത് നമ്മളാരും വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ പ്രഭാസിൻ്റെയൊക്കെ ഒരു ക്യാമിയോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പ്രഭാസും അത്യാവശ്യം കുറച്ച് നേരമുള്ളൊരു റോളാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്ണു മാഞ്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണെങ്കിൽ ചില സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ചില സീൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ സ്റ്റോറിയാണ്. ശരിക്കും നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഇത് നല്ല രീതിക്ക് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു റെക്കോർഡൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ ആ സ്റ്റോറി അത്രത്തോളം ഉയർന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ശരിക്കും ഒരു പ്രഭാസിൻ്റെ ആദിപുരുഷൊക്കെ വെച്ച് നോക്കുമ്പം അത്രയും ഒരു പ്രശ്നമുള്ള സിനിമയല്ല. എങ്കിലും സ്റ്റോറി വൈസ് ശരിക്കും നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു ചിത്രമായിരുന്നു. പക്ഷെ അത് അത്ര നന്നായിട്ട് വന്നിട്ടില്ല. ശരിക്കും ഇനി സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇനിയിപ്പം ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇനി ഇഷ്ടംപോലെ വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ സിനിമ ഇനിയിപ്പം നല്ല രീതിക്ക് തന്നെ പോട്ടെ, അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ സിനിമ നമ്മൾ ഇൻസൈഡ് റിപ്പോർട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഇൻസൈഡ് റിപ്പോർട്ടൊക്കെ കറക്റ്റ് ഇൻസൈഡ് റിപ്പോർട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം, വലിയ ഹൈപ്പൊന്നും വെക്കണ്ട എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ നല്ലതും ചീത്തയുമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാനായിട്ട് ശകലമേ ഉള്ളൂ, ശരിയാ, പക്ഷേ ആ ഒരു രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.